നമസ്കാരം. വൻ കുതിപ്പിന് ശേഷം സ്വർണ്ണവില ഇറങ്ങിത്തുടങ്ങിയതോടെ പ്രതീക്ഷയിലാണ് സ്വർണ്ണപ്രേമികൾ. ഇനിയും വില എത്ര കുറയുമെന്നതാണ് ഉറ്റുനോക്കപ്പെടുന്നത്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ടാണ് സ്വർണ്ണവില 97,000 എന്ന റെക്കോർഡ് തൊട്ടത്. ഇനി വില കുറയുമ്പോൾ 50,000-ന് താഴേക്ക് പോകുമോ എന്നാണ് ചോദ്യം. എന്നാൽ ആഭരണ പ്രേമികൾക്ക് കനത്ത നിരാശ നൽകുന്ന ഉത്തരമാണ് സാമ്പത്തിക വിദഗ്ധൻ നൽകുന്നത്. സ്വർണത്തിന്റെ വില ഇനി എങ്ങോട്ട് എന്നതിനെ കുറിച്ച് സാമ്പത്തിക വിദഗ്ധൻ ബിജി എബ്രഹാം പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ, ഡോളറിനെതിരെയുള്ള രൂപയുടെ മൂല്യം, സ്വർണത്തിന്റെ ആവശ്യകത, സ്വർണത്തിന്റെ ലഭ്യത എന്നിങ്ങനെ പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് സ്വർണ്ണവില തീരുമാനിക്കപ്പെടുന്നത്. ഗോൾഡിന്റെ പ്രൈസ് ഒരു 97,000 രൂപ വരെ കയറിയെങ്കിലും അതൊരു കറക്ഷൻ പോസിബിൾ ആണെന്നാണ് സാമ്പത്തിക വിദഗ്ധൻ പറയുന്നത്. ഒരു കറക്ഷൻ എന്ന് പറയുന്നത് ഒരു 9,000 രൂപയുടെ അടുത്തുവരെ വരാനുള്ള ഒരു സാധ്യത മാത്രമേ ഉള്ളൂ. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇന്ത്യ-US ബന്ധം, ഇന്ത്യ-ചൈന ബന്ധവും മെച്ചപ്പെടുന്നു എന്നതാണ് ഒരു പ്രധാന കാരണം. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാനുഫാക്ചറർ എക്സ്പോർട്ടർ ആണ് ചൈന. അതുകൊണ്ട് തന്നെ US-നും ചൈനയ്ക്കുമിടയിൽ വ്യാപാരവുമായി ബന്ധമുണ്ടാകുന്ന സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നത് ഡോളറിനെ ശക്തിപ്പെടുത്താനേ കൂടുതൽ സഹായിക്കുള്ളൂ. ഡോളർ ശക്തിപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് സ്വർണത്തിൽ ഉണ്ടായിരിക്കുന്ന ഡിമാൻഡിൽ അല്പം കുറവ് സംഭവിക്കാം. എന്നിരുന്നാലും നമ്മൾ മുമ്പ് കണ്ടതുപോലെ ഒരു വലിയ വിലക്കുറവിലേക്ക് കാര്യങ്ങൾ പോകില്ല. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഒരു 85,000 മുതൽ 90,000 രൂപ വരെയൊക്കെ പരമാവധി കുറയാൻ സാധ്യതയുണ്ട് എന്നാണ്. ഇപ്പോൾ എത്തിയിരിക്കുന്ന വിലയിൽ ഒരു ചെറിയ ഫ്ലക്ച്വേഷൻ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അടുത്ത ഒരു 2 ആഴ്ചയും ഏതാണ്ട് ഇതേ തോതിൽ തന്നെ മുൻപോട്ട് പോകാനാണ് സാധ്യത. വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇവന്റും കൂടെ ഒരാഴ്ച വരാനുണ്ട്. ഫെഡറൽ റിസർവ് റേറ്റ് ഓഫ് ഇൻഫ്ലേഷനും ബാങ്ക് റേറ്റും ഒക്കെ തീരുമാനിക്കുന്നത് ഒരു വീക്ക് പോയിന്റിലാണ്. ബാങ്ക് റേറ്റ് പലിശ നിരക്കിൽ കുറവാണ് സംഭവിക്കുന്നതെങ്കിൽ സ്വർണത്തിന്റെ പ്രൈസ് അല്പം കൂടാൻ സാധ്യതയുണ്ട്. മറിച്ച് ബാങ്ക് റേറ്റ് കൂടുക എന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ സ്വർണത്തിന്റെ വിലയിൽ കുറവ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. സ്വർണത്തിന്റെ വില എന്ന് പറയുന്നത് കേവലം 1-2 കാരണങ്ങളെ ആശ്രയിച്ച് മാത്രമല്ല, ഒട്ടനവധി കാരണങ്ങളെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഡോളറിന്റെ എക്സ്ചേഞ്ച് റേറ്റുമായി ബന്ധപ്പെട്ടത്. സ്വർണത്തിന്റെ ഡിമാൻഡ് ക്രമാനുഗതമായി വളരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയും ചൈനയും ബ്രസീലും സൗത്ത് ആഫ്രിക്കയും അടക്കമുള്ള രാജ്യങ്ങൾ ഡോളറിന്റെ നിക്ഷേപം വലിയ അളവിൽ കുറച്ചിട്ടുണ്ട്. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൽ ഉണ്ടായിരുന്ന ഡോളറിന്റെ ശേഖരം പരമാവധി ഒഴിവാക്കിക്കൊണ്ട് സ്വർണം പരമാവധി ശേഖരിക്കുന്ന ഒരു പ്രവണതയാണ് മുകളിൽ പറഞ്ഞ രാജ്യങ്ങളെല്ലാം കാണിക്കുന്നത്. അമേരിക്കൻ സമ്പദ്ഘടന അത്ര ശക്തമായി മുമ്പോട്ട് പോകാനുള്ള ഒരു സാധ്യത കുറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഒരു സുരക്ഷിത നിക്ഷേപ മാർഗമെന്ന നിലയിൽ ഡോളറിൽ ആളുകൾ ആശ്രയിക്കുന്നതിനെക്കാട്ടിൽ ഉപരിയായിട്ട് സ്വർണത്തെ ആളുകൾ ആശ്രയിക്കാൻ തുടങ്ങിയതായാണ് സ്വർണത്തിന്റെ വില പെട്ടെന്ന് കുതിച്ചു വരാൻ ഒരു പ്രധാന കാരണമായി മാറിയത്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.